നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ലോകരൂപനായിരിക്കുന്നതും ഭഗവാൻ, ലോകത്തിന് ഈശ്വരനായിരിക്കുന്നതും ഭഗവാൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ഐശ്വര്യമായിരിക്കുന്നതായ ആ സിദ്ധിവിശേഷം. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ തുടക്കവും മധ്യവും ഒടുക്കവും ഒന്നും എനിക്ക് കാണാനേ സാധിക്കുന്നേയില്ല. അല്ലയോ ഭഗവാനെ, ഈ കൂട്ടത്തിൽ എനിക്ക് അങ്ങയെ വിഷ്ണുവായിട്ടും കാണാൻ കഴിയുന്നു. കിരീടിനം ഗദിനം ചക്രണം കിരീടം ധരിച്ചവനായിട്ട്, ഗദ ധരിച്ചവനായിട്ട് ഭഗവാൻ 4 കരങ്ങളിലായിട്ട് ശംഖവും ചക്രവും ഗദയും പത്മവും ഒക്കെ ധരിക്കുന്നല്ലോ, നമുക്കറിയാലോ. ആ ഗദയുടെ പേരാണ് കൗമുദകി. ധർമ്മത്തെ നടത്താൻ വേണ്ടിയിട്ടുള്ളതായ ദിവ്യായുധമാണത്. അങ്ങനെ കിരീടം ധരിച്ചവനായിട്ട്, ആ കിരീടത്തിന്റെ വർണ്ണന മേൽപ്പത്തൂർ അതിഗംഭീരായിട്ട് നാരായണീയത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാതെ. അതാണ് കിരീടിനം ഗദിനം ചക്രണം ഗദ ധരിച്ചിരിക്കുന്നു. ഗദയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കിരീടം ധരിച്ചവനായിട്ട്, ഗദ ധരിച്ചവനായിട്ട്, ചക്രം ധരിച്ചവനായിട്ട്, സുദർശനം ധരിച്ചവനായിട്ട്, തേജോരാശിം സർവതോ ദീപ്തിമന്ദം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന തേജോരാശിയായിട്ട്, പ്രകാശത്തിന്റെ ഒരു വലിയ മേളയായിട്ട്, പ്രകാശം ഒരുമിച്ചിരിക്കുന്ന തേജപുഞ്ചമായിട്ട് പശ്യാമി ത്വാം. അല്ലയോ ഭഗവാനെ, ഞാൻ നിന്നെ കാണുന്നു. ത്വാം പശ്യാമി, നിന്നെ ഞാൻ കാണുന്നു. നിന്നെ നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റില്ല. ദുർനിരീക്ഷ്യം, നിന്റെ നേരെ നോക്കാൻ പറ്റൂല. അത്ര കണ്ട് പ്രകാശാണ്. ഭഗവാൻ ദിവ്യമായ ചക്ഷുസ് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഇത്രയൊക്കെ കാണാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിട്ട് നേരെ കാണാൻ പറ്റുന്നില്ല. എന്താ നേരെ നോക്കാൻ പറ്റുന്നില്ല? ദുർനിരീക്ഷനാണ് നീ. ഇത്രയേറെ തേജസ്സിന്റെ ആധിക്യം അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം. എവിടെ? സമന്താത്, ലോകം മുഴുവൻ നിറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. സമന്താത് പശ്യാമി, എമ്പാടും കാണുന്നു, സർവത്ര നിറഞ്ഞു കാണുന്നു. ദീപ്ത അനലാർക്കദ്യുതിം അപ്രമേയം. അപ്രമേയം ഇന്ന രീതിയിലെന്ന് ആർക്കും വർണ്ണിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല. നിന്റെ രൂപം എന്തെന്ന് വർണ്ണിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല. നിന്റെ രൂപം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നിന്റെ ഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നിന്റെ ശക്തിവിശേഷം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് അപ്രമേയനാണ് നീ. അങ്ങനെ അപ്രമേയമായിരിക്കുന്ന നിന്റെ ആ ദീപ്തി എങ്ങനെ ആ അർക്കന്റെയും അനലന്റെയും സൂര്യന്റെയും അനലന്റെയും തീയുടെയും പ്രകാശം ഒരുമിച്ച് കലർന്ന ആ ഒരു സമ്പ്രദായത്തില് ഇങ്ങനെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ആ സ്വരൂപത്തെ, ആ പ്രകാശത്തെ ഭഗവാനെ എനിക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. നീ ആ പരമാത്മാവ് തന്നെയാണ് എന്ന് ഭഗവാനോട് പറയാണ്. ത്വമക്ഷരം പരമം വേദിതവ്യം, നീ പരമമായ അക്ഷരമാണ്, ഏറ്റവും ഉദാത്തമായിരിക്കുന്ന, അങ്ങനെ ഈ ലോകത്തിന് എല്ലാത്തിനും സർവാധാരമായിരിക്കുന്ന, ഈ ലോകം ഉണ്ടാകുന്നത് നിന്നില്, ലോകം നിലനിൽക്കുന്നത് നിന്നില്, ലോകം ലയിക്കുന്നത് നിന്നില്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നീയുണ്ട്, ലോകം ലയിച്ചടങ്ങിയാലും നീയുണ്ട്, ലോകം ഉള്ളപ്പോഴും നീയുണ്ട്. നീ മാത്രമേ ഉള്ളൂ. ലോകം ഉള്ളപ്പോഴും നീ മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ ഈ ലോകത്തെ കാണുന്നതോ നമ്മൾ സിനിമ കാണുന്ന പോലെയാണ്. ആ സ്ക്രീനിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ആ സ്ക്രീനിൽ ഒന്നുമില്ല. വെളുത്ത സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഇവിടെയും ഈ പരമാത്മാവാകുന്ന സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അതില് മായ, പരമാത്മാവിന്റെ തന്നെ ശക്തിയായിരിക്കുന്ന മായ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് ഇല്ലാത്ത രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നു. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നു. അതാണ് ഭഗവാന്റെ വിഭൂതികൾ. അതെല്ലാം ഭഗവാനിൽ നിലനിൽക്കുന്നു. അതെല്ലാം കൂടി ചേർന്നതാണ് ഭഗവാന്റെ ആ വിശ്വരൂപം. അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ ആധാരമായി നിലനിൽക്കുന്നു. ലോകത്തെ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും
യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വെളുത്ത സ്ക്രീൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഈ പ്രൊജക്ടറിലുള്ള ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോഴേക്കും വെളുത്ത സ്ക്രീന്, അപ്പോഴേക്കും നമുക്ക് ഭംഗിയായിട്ട് തെളിഞ്ഞു കാണാം. അത് തന്നെ ഈ പ്രൊജക്ടർ, മായയുടെ പ്രൊജക്ടർ നമുക്ക് ഇങ്ങനെ ഇതിനു മുഴുവൻ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു തരുന്നു. വിക്ഷേപ ശക്തി, മായയുടെ വിക്ഷേപ ശക്തി. വിക്ഷേപിക്കുക, പ്രൊജക്ട് ചെയ്യുക, ഈ ചിത്രത്തെ പ്രൊജക്ട് ചെയ്യുക, ഈ ചിത്രത്തെ വിക്ഷേപിക്കുന്നു. വർണ്ണങ്ങൾ നാനാവർണ്ണങ്ങളിലും നാനാ ആകൃതികളിലുമായിട്ട് നാനാവിധങ്ങളിൽ ഉള്ളിലിരിക്കുന്ന അനാവിധമായിരിക്കുന്ന ശക്തി പ്രസരത്താൽ നാനാവർണ്ണാകൃതികളായിട്ട് ഈ ചിത്രത്തെ പ്രസരിപ്പിക്കുന്നു. അപ്പോഴും ഉള്ളത് മാറ്റമില്ലാതെ, ഒരഴിവും കൂടാതെ നീ മാത്രം, നിന്നിലൊന്നും പുരളുന്നില്ല. സിനിമയില് ഏതെങ്കിലും ഒരു ചിത്രം ആ സ്ക്രീനിൽ പുരണ്ടിരിക്കോ? നമ്മുടെ വീട്ടിലുള്ള ടിവിയിലെ സ്ക്രീനില് നമ്മൾ ലോകത്തിലുള്ള എന്തെല്ലാം ചിത്രങ്ങൾ കാണുന്നു, ഇങ്ങനെ സമുദ്രവും പർവ്വതവും എല്ലാ കോലാഹലങ്ങളും കാണുന്നു. പക്ഷെ അതിൽ വല്ലതും അതിൽ പുരണ്ടിരിക്കോ? അവിടെ ആ സംപ്രേഷണ സ്ഥലത്ത് നിന്നിട്ട് ഒരു നിമിഷം ഇതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാല് ഈ നമ്മുടെ സ്ക്രീന്, ആ ഇരിക്കുന്ന ടിവിയിലെ സ്ക്രീനിൽ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പവർ കട്ട് ആയി പോയി കഴിഞ്ഞാൽ, പവർ സപ്ലൈ എപ്പോഴും കട്ടാവുമല്ലോ, അങ്ങനെ പവർ കട്ടായി പോയി കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒന്നും കാണില്ല, അതിലൊന്നും പുരണ്ടിരിപ്പില്ല, അത് പഴയതുപോലെ തന്നെ ഇരിക്കും. അതാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാൻ ഒരു അഴിവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അതാണ് ഐശ്വര്യ രൂപം. ഇതൊന്നും അതിൽ പിരളുന്നില്ല, ഇതൊന്നും അതിൽ പിരളുന്നില്ല. എത്ര വേണോ വലിയ വലിയ പീരങ്കികൾ വെച്ച് വെടിവെച്ച് നോക്കൂ, ഒന്നും പിരളുന്നില്ല. ഈ പീരങ്കിക്ക് ഒന്ന് പൊട്ടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമാണ്, ഇല്ലെങ്കിൽ ഈ പീരങ്കി ഉണ്ടാവില്ല, പീരങ്കി പൊട്ടലും ഉണ്ടാവില്ല. ഇത് മുഴുവൻ അവിടുത്തെ അനുഗ്രഹത്താൽ നടക്കുന്നു. ഇതൊന്നും അവിടുത്തെ ബാധിക്കുന്നില്ല, അവിടെ പുരളുന്നുമില്ല. ഇതാണ് എൻ്റെ ഐശ്വര്യമായ യോഗത്തെ കണ്ടുകൊള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അത് കാണിച്ചു തരികയാണ്. ഇതൊക്കെ നടക്കുന്നെങ്കിലും ഒന്നും അവിടെ തൊടുന്നില്ല. അതാണ് അങ്ങ് പരമം, ഇതിനെല്ലാം അപ്പുറത്ത് കൂടികൊള്ളുന്ന പരമസത്യമാണ്. അങ്ങ് അക്ഷരമാണ്, ഒരു മാറ്റവും ഇല്ലാത്തവനാണ്, ഒരു കുറവും സംഭവിക്കാത്തവനാണ്, ഒരിക്കലും ജീർണിക്കാത്തവനാണ്, അങ്ങനെയുള്ളവനാണ് അങ്ങ്. അതാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു മാറ്റവുമില്ല, അക്ഷരമാണ്. ത്വമക്ഷരം പരമം വേദിതവ്യം, നിന്നെയാണ് അറിയേണ്ടത്, അറിയേണ്ടത് നിന്നെയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നു, പരീക്ഷണങ്ങൾ നടക്കുന്നു. യഥാർത്ഥത്തിൽ അറിയേണ്ടത് ആരെയാ? അല്ലയോ ഭഗവാനെ, നിന്നെയാണ് അറിയേണ്ടത്. വേദിതവ്യം, അറിയേണ്ടതായിട്ട് ഈ ലോകത്തിൽ ഒരാളേ ഉള്ളൂ. അതാരാ? അല്ലയോ ഭഗവാനെ, നീ മാത്രമാണ്. നിന്നെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ഉപനിഷത്തില് ഗുരുവിന്റെ അടുത്ത് നിന്ന് ശിഷ്യന്മാര് സംശയം ചോദിച്ചു, ഭഗവാനെ, എന്തറിഞ്ഞാലാണ് എല്ലാം അറിയപ്പെട്ടതായി തീരുക, എല്ലാം അറിയപ്പെട്ടതായി തീരുക? ആ ജ്ഞാനം അങ്ങ് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. ആ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു, ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു ഗുരു. ഉപനിഷത്തിൽ നമ്മൾ നേരിട്ട് കാണും. അതാണ് നിന്നെയാണ് അറിയേണ്ടത്. നിന്നെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരും. അതാണ് വേദിതവ്യം. പിന്നെ ഈ ലോകത്ത് പുതുതായിട്ടൊന്നും അറിയാൻ അവശേഷിക്കില്ല. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. ഈ ലോകത്തിന്റെ പരം നിധാനം, പരമമായിരിക്കുന്ന നിധാനം, ആശ്രയസ്ഥാനം, ഇരിപ്പിടം, ലോകത്തിന്റെ ചൈതന്യം, അത് ത്വം, നീയാകുന്നു. ത്വമവ്യയ, നീ ഒരു മാറ്റവും ഇല്ലാത്തവനാണ്. ശാശ്വത ധർമ്മഗോപ്ത, ധർമ്മത്തെ എന്നും രക്ഷിക്കുന്നവൻ, ശാശ്വതമായി ധർമ്മത്തെ ശാശ്വതമായി രക്ഷിക്കുന്നവൻ. ഗോപ്ത, രക്ഷിക്കുന്നവൻ. എന്താ ധർമ്മം? ധർമ്മം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് മുഴുവൻ ഭഗവാൻ തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് താൻ ചെയ്യേണ്ടതായ സകല കർമ്മങ്ങളും ഭഗവാനിൽ തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവത് സമർപ്പണമായി ചെയ്യലാണ് ധർമ്മം. സമസ്ത മനുഷ്യരും ഭഗവാനാണ്, സകല മൃഗങ്ങളും ഭഗവാനാണ്, സകല പക്ഷികളും ഭഗവാനാണ്, പുല്ലും പുഴുവും തൂണും തുരുമ്പും എല്ലാം ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ സേവനമായിട്ട് സകല കർമ്മങ്ങളെയും നിർവഹിക്കുന്നതാണ് ധർമ്മം. അവിടെ സ്വാർത്ഥതയുടെ വിദൂരമായിട്ടുള്ള സ്പർശം പോലുമില്ല. അങ്ങനെയുള്ളതായ ധർമ്മത്തെ, ലോകത്തിനു വേണ്ടി ശാന്തി ഉണ്ടാക്കുന്നതാണ്, ലോകത്തിനു വേണ്ടി ആനന്ദം ഉളവാക്കുന്നതാണ്,
ലോകത്തിന് മുഴുവൻ ജ്ഞാനത്തെ പകരുന്നത് അതാണ്. അങ്ങനെയുള്ളതായ ആ ധർമ്മത്തെ എന്നും നിലനിർത്തുന്ന നീയാണ് ധർമ്മം. ഭഗവാനോട് പറയാണ്, ശാശ്വത ധർമ്മ ഗോപ്താവ് നീയാണ്, ധർമ്മത്തെ രക്ഷിക്കുന്നവൻ നീയാണ് ധർമ്മം. നിന്നിലേക്ക് എത്തിച്ചേരാൻ ഏതൊക്കെ ചിന്തകൾ പ്രയോജനപ്പെടുമോ അതിനെയും ധർമ്മമെന്ന് പറയാം. നിന്നിലേക്ക് എത്തിച്ചേരാൻ ഏതൊക്കെ പ്രവൃത്തികൾ പ്രയോജനപ്പെടുമോ അതിനെയും ധർമ്മമെന്ന് പറയാം. നിന്നിലേക്ക് എത്തിച്ചേരാൻ ഏതൊക്കെ അനുഷ്ഠാനങ്ങൾ പ്രയോജനപ്പെടുമോ അതിനെയും ധർമ്മമെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഭഗവാനിൽ എത്തിച്ചേരാൻ പ്രയോജനപ്പെടുന്നതെല്ലാം ധർമ്മം. ഭഗവാനെ മറക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അധർമ്മം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, ദമ്പ, അസൂയ, ഇതെല്ലാം അധർമ്മം. ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കരുത്ത് പകരുന്നത് എല്ലാം ധർമ്മം. ആ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ നീയാണ്. നമ്മുടെ മനസ്സ് അധർമ്മത്തിന്റെ മാർഗത്തിലൂടെയൊക്കെ എത്രയൊക്കെ ഓടിയാലും അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് ഭഗവാൻ പറയും, അത് അധർമ്മമാണ്, തെറ്റാണ്, അത് ചെയ്യരുത്, നീ ഇത് ചെയ്യൂ, ഇതാണ് ധർമ്മം, ഇത് ചെയ്യൂ, ലോകത്തിൽ ആർക്കും വേദന ഉണ്ടാക്കുന്നത് ചെയ്യരുത്, അത് അധർമ്മമാണ്, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന അധർമ്മമാണ്, നീ ധർമ്മം ചെയ്യുമെന്ന് ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ പറയും. ശാശ്വത ധർമ്മഗോപ്ത, ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അദ്ദേഹം ധർമ്മത്തെ രക്ഷിക്കും. ലോകത്ത് നിലനിർത്തുന്നത് അതാണ്, ഈ ഭഗവാനാകുന്ന ധർമ്മമാണ്. ധരതി ലോകാൻ, ലോകത്ത് മുഴുവൻ ധരിക്കുന്നത് എന്തോ അതാണ് ധർമ്മം. ലോകത്ത് നിലനിർത്തുന്നത് ഈ ഭഗവാനാണ്. ഈ ലോകം ഭഗവാനിൽ ഉണ്ടാകുന്നു, ഭഗവാനിൽ നിലനിൽക്കുന്നു, ഭഗവാനിൽ ലയിക്കുന്നു. നമുക്ക് കഴിക്കാനുള്ള ചോറ് ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നേ, നമുക്ക് ശ്വസിക്കാനുള്ള വായു ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നേ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നേ, നമുക്ക് നിൽക്കാനുള്ള ഇടം ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നേ, നമുക്ക് നടക്കാനുള്ള ഇടം ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നേ, നമുക്ക് കിടക്കാനുള്ള വീട് ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നത്, നമ്മുടെ ലോക വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ സമ്പത്ത് ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്താ ഭഗവാനിൽ നിന്ന് ലഭിക്കാത്തതായിട്ട് ഈ ലോകത്തുള്ളത്? ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളത് മാത്രമേ ഈ ലോകത്തുള്ളൂ. ലോകത്തെ മുഴുവൻ ധരിക്കുന്നത്, ചുമക്കുന്നത്, നിലനിർത്തുന്നത്, രക്ഷിക്കുന്നത് ഭഗവാനാണ്. അതാണ് ഭഗവാനാണ് ധർമ്മം. ധരതി ലോകാൻ, അതാണ് ശാശ്വത ധർമ്മഗോപ്താവ്. അല്ലയോ ഭഗവാനെ, അങ്ങാണ് സനാതനസ്ത്വം പുരുഷോ മതോമേ. അല്ലയോ ഭഗവാനെ, നീ പുരുഷനാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉള്ളിൽ നിറഞ്ഞ് പ്രപഞ്ചത്തെയും കടന്ന് അനാദ്യനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന പുരുഷൻ, ആത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം, പുരുഷോത്തമൻ, അത് നീ തന്നെയാണ്. നീ സനാതനനാണ്, എന്നുമുള്ളവനാണ്, യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നവനാണ് നീ. ഇതാണ് മേ മത, എന്റെ അഭിപ്രായം. അത്രയും വരെ അർജുനന് ഇതാ തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ,